ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ചില്ലി ചിക്കനാണ്. അതിനുവേണ്ടി ഇതുപോലെ ഞാൻ നീളത്തിൽ ചെറുതായി അരിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതിനകത്ത് ഉപ്പും കുരുമുളക് പൊടിയും 1 സ്പൂൺ വിനിഗറും കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. നല്ലപോലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്കിനി ഒരു പൊട്ടിച്ച് ഒഴിച്ച് നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെ ചേർക്കണമെന്ന് ഞാൻ കാണിച്ചു. നമുക്ക് ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നല്ല ഫുള്ളായിട്ട് നനച്ചത്, അതിൻ്റെ കൂടെ 1 മുട്ടയും. ഇത് നല്ലതുപോലെ എല്ലാം കൂടെ ഇളക്കി ചേർത്ത് എന്നിട്ട് ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വെജിറ്റബിൾ എല്ലാം അരിഞ്ഞെടുക്കാം. ഇത്രയും വെജിറ്റബിൾ എടുത്തിരിക്കുന്നത് ഒരു സെലറിയുടെ ഒരു തണ്ട്, പിന്നെ 2 നീളത്തിലെ സ്വീറ്റ് പെപ്പർ, അല്ലെങ്കിൽ സാധാരണ പെപ്പറായാലും മതി. പിന്നെ ഇതുപോലുള്ള ചെറിയ മഞ്ഞ നിറത്തിലെ ഓറഞ്ച് കളറിലെയും, പിന്നെ ഇത് ഗ്രീൻ ചില്ലി. ഇത് നല്ല ഫ്ലേവറുള്ള നമ്മുടെ ബജി മുളകില്ലേ അതുപോലെ ഇരിക്കും. ഇത് സാധാരണ നമ്മുടെ പച്ചമുളകാണെങ്കിലും മതി. ഒരു 1/2 സവാളയും. അപ്പോൾ ചിക്കൻ ഒരു 200 ഗ്രാമാണ്. അപ്പോൾ അതിന് ആവശ്യത്തിലുള്ള സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ പെപ്പറെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി ഞെട്ടെല്ലാം കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. സവാള ഇതുപോലെ വലുപ്പത്തിൽ അരിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സൈസായിരിക്കണം എല്ലാ വെജിറ്റബിളും നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഒരു 2 പീസ് അരിഞ്ഞാൽ മതി, ചെറുതല്ലേ, അതുകൊണ്ട് 2ആയിട്ട് അങ്ങനെ അരിഞ്ഞിട്ട്. നമ്മൾക്ക് പ്രധാനമായിട്ട് വേണ്ടത് ചില്ലിയും ഗാർലിക്കും ആണല്ലോ ഇതിന്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ആണ് ചതച്ച് വെച്ചിരിക്കുന്ന ഗാർലിക്കാണ്. പിന്നെ അതുകൂടാതെ ചില്ലി ഫ്ലേക്സ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഒരു സോസ് ഉണ്ടാക്കിയെടുക്കാം ഫസ്റ്റ്. അതിനു വേണ്ടി നമുക്ക് പാൻ വെച്ച് തീ കത്തിക്കാം. നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാണും. ഓയിലൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി എന്ന് നോക്കാം. എണ്ണ നല്ലൊരു ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഗാർലിക് ഇട്ട് കൊടുക്കും. ഈ ഒരു ലോയ്ക്ക് മീഡിയത്തിൻ്റെ ഇടയിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം ഗാർലിക് നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ. എരിവ് വേണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഫ്ലേക്സ് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടേക്കും. കരിഞ്ഞു പോകരുത്, കരിഞ്ഞാൽ വേറെ ടേസ്റ്റ് വരും. ഓൾമോസ്റ്റ് ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ലോയിലിട്ട് വെച്ചിട്ട് ഇത് കാശ്മീരി ചില്ലിയാണ്, 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. തീ ഒന്ന് കൂട്ടി കൊടുക്കാം, മീഡിയത്തിലോട്ട് വെച്ച് ഇതൊന്ന് ചൂടാവട്ടെ. ഒലിവ് ഓയിലാണ്, ഒരു 2 ടേബിൾ സ്പൂണോളം വരും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായെന്ന് നോക്കാം. നമുക്കൊരു പീസ് ഇട്ട് കൊടുത്ത് നോക്കാം, ഒരു ചെറിയ പീസ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിതുപോലെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. അതുപോലെ പതിയെ നമ്മൾ ഇളക്കി കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്, കാരണം ഇതിൻ്റെ കോട്ടിങ് എല്ലാം മാറിപ്പോകും. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് ഞാൻ വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ ചിക്കനെല്ലാം നല്ലപോലെ ഒരു 75% കുക്കായി വന്നിട്ടുണ്ട്. കാരണം നമുക്ക് അത്രയും നല്ല മതി. പിന്നെ ഈ വെജിറ്റബിളിൽ കിടന്ന് സോസിലൊക്കെ കിടന്ന് ഇതിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ച് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണ്. നമുക്കിതിൻ്റെ പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് മാറ്റി വെച്ചു. ഇതിലേക്ക് നമ്മൾക്ക് ഇനി വെജിറ്റബിൾ എല്ലാം കൂടി ആഡ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിന് ഹൈറ്റും ഇടയ്ക്ക് വെക്കാം. ഒരു 2-3 മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സോസുകളെല്ലാം ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോസ് കേട്ടോ.
1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ലാസ്റ്റ് ഇതെല്ലാം വെജിറ്റബിളെല്ലാം നല്ലോണം വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. വെജിറ്റബിൾ എല്ലാം ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിക്കാം. അതായത് ഗാർലിക് റെഡ് ചില്ലി സോസ്. എല്ലാം കൂടി നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് കിടന്നൊന്ന് ഇതിലോട്ട് എല്ലാ ഫ്ലേവറും പിടിക്കട്ടെ ചിക്കനിലോട്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ മൈദയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ലാസ്റ്റിലിട്ട ഒരു കാര്യമുണ്ട്. അതായത് 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ. സാധാരണ ഷുഗർ ആണെങ്കിലും കുഴപ്പമില്ല. ഇത് എല്ലാ ടേസ്റ്റും കൂടി ഒന്ന് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ്, യോജിച്ച് വരാൻ വേണ്ടിയാണ്. മധുരമൊന്നും കാണത്തില്ല. എല്ലാ ഫ്ലേവറും കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടിയാണ് ഷുഗർ ഇടുന്നത്. ഇനി വിളമ്പാം. നല്ല അടിപൊളി കറിയാണ്. വൈറ്റ് റൈസിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ലതായിട്ട് ചേരുന്നത്. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 1 ടേബിൾ സ്പൂൺ നമ്മുടെ കെച്ചപ്പ് കൂടുതലായിട്ട് ആഡ് ചെയ്താൽ മതി. അതായത് 3 ടേബിൾ സ്പൂൺ. പിന്നെ സോയ്സ് ഇപ്പോൾ എല്ലായിടത്തും കിട്ടുമല്ലോ കടയിലൊക്കെ. അപ്പോൾ സോയ്സസ് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ലൈറ്റ് ആകുമ്പോൾ ഒത്തിരി കറുത്തിരിക്കത്തില്ല. നമുക്ക് സെർവ് ചെയ്യാം.